ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കൊപ്പം ലയണൽ മെസ്സിയും സൗദി ലീഗിൽ പന്ത് തട്ടുമോ എന്നുള്ളതാണ് ഇപ്പം പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇത് സംബന്ധിച്ചുള്ള റൂമറുകളൊക്കെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഫ്രഞ്ച് മാധ്യമമായ ലേക്കിപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത് അൽ അഹ്ലി, സൗദി ക്ലബ് അൽ അഹ്ലിയുമായി മെസ്സി ടോക്സ് ആരംഭിച്ചു എന്നുള്ള രീതിയിലാണ്. അതായത് ഡിസംബറിൽ ഇന്റർ മയാമിയുമായുള്ള മെസ്സിയുടെ കരാർ അവസാനിക്കും. അപ്പോൾ അതിനുശേഷം ഫ്രീ ഏജന്റായിട്ട് അൽ അഹ്ലിയിലേക്ക് ചേക്കേറാനുള്ളൊരു സാധ്യതയാണ് മെസ്സി നോക്കുന്നതെന്നാണ് ലേക്കിപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ തന്നെ റൂമറുകൾ ഉണ്ടായിരുന്നു. മെസ്സിയുടെ പിതാവും ഏജന്റുമായ ജോർഗെ മെസ്സി ചർച്ചകൾ തുടങ്ങി, ഇനീഷ്യൽ ടോക്സ് അൽ അഹ്ലിയുമായി തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നു. ഇപ്പൊ ലയണൽ മെസ്സിയെ സംബന്ധിച്ച് അദ്ദേഹം അടുത്ത ലോകകപ്പിന് മുന്നോടിയായിട്ട് ഒരു 6 മാസം കുറച്ചുകൂടി കോമ്പറ്റീറ്റീവ് ആയുള്ള ഏതെങ്കിലും ലീഗിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നതായുള്ള വാർത്തകൾ നേരത്തെ തന്നെ വന്നിരുന്നു. കോമ്പറ്റീറ്റീവ് ആയുള്ള ഒരു ലീഗിലേക്ക് ചേക്കേറുകയാണെങ്കിൽ അടുത്ത വേൾഡ് കപ്പിൽ മെസ്സിക്ക് അതിന്റെ കൂടുതൽ ഗുണം ലഭിക്കും എന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. കാരണം അദ്ദേഹം നിലവിൽ ഇന്റർ മയാമിക്ക് വേണ്ടി കളിക്കുമ്പോൾ എത്രത്തോളം സന്തുഷ്ടനാണെന്നുള്ളതൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ ഒക്കെ നമ്മൾ കണ്ടതാണ്. കാരണം മെസ്സി തന്നെ എല്ലാ റോളും ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. കഠിനാധ്വാനത്തോടെ കളിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 38-ാമത്തെ വയസ്സിലും റെസ്റ്റ് ഇല്ലാതെ 90 മിനിറ്റും കളിക്കേണ്ട ഒരു സാഹചര്യം ഇന്റർ മയാമിയിലുണ്ട്. കാരണം കൂടെയുള്ള താരങ്ങളിൽ കുറച്ച് താരങ്ങളെ മാറ്റി നിർത്തുകയാണെങ്കിൽ ബാക്കിയെല്ലാം ഒരു ആവറേജ് പ്ലെയേഴ്സ് ആണ്. അപ്പൊ അത്ര കോമ്പറ്റീറ്റീവുമല്ല പല മത്സരങ്ങളും. അപ്പൊ ഇത് മെസ്സിക്ക് ഗുണം ചെയ്യില്ല. മെസ്സി തിരിച്ച് യൂറോപ്പിലേക്ക് വരും എന്നുള്ള ഒരു റൂമർ ഒരു ഭാഗത്ത് നടന്നിരുന്നു. അതിനിടയിലാണ് ഇപ്പം ഈ ഒരു വാർത്തയും കൂടെ വന്നിരിക്കുന്നത്. എന്തായാലും സൗദി ലീഗ് മെസ്സിക്ക് ഒരു മികച്ച ഓപ്ഷൻ തന്നെയായിരിക്കും എന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. ഈ അൽ അഹ്ലി എന്ന് പറയുന്നത് ചെറിയ ക്ലബ്ബല്ല. അൽ നസറിന്റെയും പിന്നെ അൽ ഹിലാലിന്റെയൊക്കെ ഉടമസ്ഥരായ സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ കീഴിലുള്ള ക്ലബ്ബാണ്. സൗദി രാജാവിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു വമ്പൻ ക്ലബ്ബ് തന്നെയാണ് ജിദ്ദ കേന്ദ്രീകരിച്ചുള്ള അൽ അഹ്ലി. അൽ അഹ്ലി നിലവിലെ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളാണെന്നതാണ് മറ്റൊരു സവിശേഷത. റോബർട്ടോ ഫെർമിനോ ആണ് അവരുടെ ക്യാപ്റ്റൻ. റിയാദ് മഹ്റസ് കളിക്കുന്നുണ്ട്. പിന്നെ ഐവാൻ ടോണിയാണ് അവരുടെ പ്രധാന സ്ട്രൈക്കർ. മുൻ ചെൽസി ഗോൾ കീപ്പറായ എഡ്വേർഡ് മെൻഡിന്റെ ടീമിൽ ഡെമിറാൾ ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ അലൻ സെയിന്റ് മാക്സിമിനും തിരികെ ലോൺ കഴിഞ്ഞ് എത്തിയെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു മികച്ച നിര തന്നെ അൽ അഹ്ലിക്കുണ്ട്. അപ്പൊ മെസ്സി കൂടി വരികയാണെങ്കിൽ നല്ലൊരു കോമ്പറ്റീറ്റീവ് ആയുള്ള ഒരു ഡിസ്പ്ലേ നടത്താൻ അൽ അഹ്ലിക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ സൈനിങ്ങൾ വരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പൊ ലയണൽ മെസ്സി ഈ ഒരു ഓഫർ സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ബേസിക്കലി ഇതൊരു റൂമറാണ്. റൂമർ ടേൺഡ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം അൽ അഹ്ലിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മെസ്സിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. പക്ഷെ ആരാധകരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് മെസ്സി കുറച്ചുകൂടി കോമ്പറ്റീറ്റീവായുള്ള ഒരു ഫോമാറ്റിലേക്ക് മാറാൻ ആരാധകരെല്ലാം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ മെസ്സിയും റൊണാൾഡോയും വീണ്ടും നേർക്കുനേർ വരുന്നു. അവർ സൗദി ലീഗിൽ പരസ്പരം മാറ്റുരയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ആവേശം വളരെ വലുതായിരിക്കും. ആരും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യം വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ള ഒരു അവസ്ഥയായിരിക്കും. പ്രത്യേകിച്ച് മെസ്സിക്ക് 2023 വമ്പൻ ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് മെസ്സി ഇന്റർ മയാമിയിലേക്ക് ചേക്കേറുകയാണ് ഉണ്ടായത്. അപ്പൊ ഇത്തവണയും വമ്പൻ ഓഫർ തന്നെയാണ് അൽ അഹ്ലി മെസ്സിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. 2034 ലോകകപ്പ് നടക്കുന്നത് സൗദിയിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന് മുന്നോടിയായിട്ട് മെസ്സിയെ സൗദിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ ഒരു വലിയ പ്രൊജക്ടിന്റെ ഭാഗമാണ്. വമ്പൻ ഓഫറുകൾ, വമ്പൻ കൊമേഴ്ഷ്യൽ ഡീൽസ്, പിന്നെ 2034 ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ പദവി, ഇങ്ങനെ വലിയ ഓഫറുകൾ തന്നെ ആയിരിക്കും മെസ്സിക്ക് മുമ്പിൽ വയ്ക്കാൻ അൽ അഹ്ലിയും സൗദിയും തയ്യാറാകുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയും കരീം ബെൻസീമയും ഒക്കെ കളിക്കുന്ന സൗദി ലീഗിലേക്ക് ലയണൽ മെസ്സി കൂടി എത്തുമ്പോൾ എന്തായാലും സംഭവം തകർക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പൊതുവെ അർജന്റീന ആരാധകരും മെസ്സി ഫാൻസും എല്ലാം നിലവിലെ സാഹചര്യത്തിൽ സൗദിയിലേക്കുള്ള മെസ്സിയുടെ ഒരു മൂവ്മെന്റിനെ അംഗീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എല്ലാവരും ഹാപ്പി ആയിരിക്കും. കാരണം ലോകകപ്പിന് മുന്നോടിയായിട്ട് മികച്ച രീതിയിൽ കോമ്പറ്റീറ്റീവ് ആയുള്ള ഒരു ഫുട്ബോൾ നടക്കുന്ന ഒരു ലീഗിലേക്ക് മെസ്സി മാറുന്നത് എല്ലാം കൊണ്ടും മികച്ചൊരു ഓപ്ഷൻ ആയിരിക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു അനാലിസിസ് ആണ് പൊതുവേ ഉള്ളത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ലയണൽ മെസ്സി ഇന്റർ മയാമിയിൽ തന്നെ തുടരുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ സൗദി ലീഗിലേക്ക് ചേക്കേറുന്നതായിരിക്കുമോ താരത്തിന് സംബന്ധിച്ച്, പ്രത്യേകിച്ച് അടുത്ത ലോകകപ്പിന് മുന്നോടിയായിട്ട് ഒരു മികച്ച ഓപ്ഷൻ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ.